ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണക്കപ്പയറൊന്നും ചേർക്കാതെ മത്തങ്ങ വെച്ച് നമുക്ക് സിമ്പിളായി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. മത്തങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു മൺചട്ടി വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 6 വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ടാണ് കട്ട് ചെയ്യാതെ ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മത്തങ്ങയിലും കൂടെ പിടിക്കാനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നവർ വഴറ്റിയെടുക്കാം. സവാളയൊന്നും കളർ മാറി വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി തന്നെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്ക് ഇതിലോട്ടുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പൊടികളുടെ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച മത്തങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മത്തങ്ങ വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ചേർത്ത് ഫൈനായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മത്തങ്ങയെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി ഇതിലേക്കുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഇപ്പോൾ ഇതേ പാത്രത്തിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് അരപ്പെല്ലാം മത്തങ്ങയിൽ നന്നായി തന്നെ ഒന്ന് പിടിച്ച് വരണം. ഒരു 2 മിനിറ്റ്സ് കൂടെ ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ള വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ അരപ്പെല്ലാം നന്നായി തന്നെ മത്തങ്ങയിലെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയും താളിച്ചെടുക്കണം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വേപ്പിലയും 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മത്തങ്ങ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും
കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്